ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LDC എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്ത 7th ക്വസ്റ്റ്യൻ വരെയായിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. അടുത്ത 8th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ബംഗ്വേല പ്രവാഹം, കുറേഷ്യോ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ് പ്രവാഹം. ഇതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗുൽഹാസ് പ്രവാഹമാണ് കേട്ടോ. അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത്. അപ്പോൾ ബംഗ്വേല പ്രവാഹം ഏതിലുള്ളതാണ്? ബംഗ്വേല പ്രവാഹം അറ്റ്ലാന്റിക് ഓഷ്യനിലെയാണ്. ഗൾഫ് സ്ട്രീം ആണെങ്കിലും അറ്റ്ലാന്റിക് ഓഷ്യനിലെയാണ്. കുറേഷ്യോ ആണെങ്കിൽ പസഫിക് ഓഷ്യനിലെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓഷ്യനിലെയും നമുക്ക് ശീതജല പ്രവാഹവും ഉഷ്ണജല പ്രവാഹവും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പസഫിക് ഓഷ്യനിലെ ശീതജല പ്രവാഹം നമുക്ക് നോക്കാം. പസഫിക് ഓഷ്യനിലെ ശീതജല പ്രവാഹമാണ് പെറു പ്രവാഹം, അല്ലെങ്കിൽ അതിനെ ഹംബോൾട്ട് പ്രവാഹം എന്നറിയപ്പെടും. പെറു അല്ലെങ്കിൽ ഹംബോൾട്ട്. പിന്നെ കാലിഫോർണിയ പ്രവാഹമുണ്ട്, ഒയാഷ്യോ പ്രവാഹമുണ്ട്, പശ്ചിമവാത പ്രവാഹമുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പസഫിക് ഓഷ്യനിലെ ശീതജല പ്രവാഹം. ഇനി അറ്റ്ലാന്റിക് ഓഷ്യനിലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, ബെൻഗ്വേല പ്രവാഹം. ഇത്രയാണ്. ഇനിയുള്ളത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണെങ്കിൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹമുണ്ട്, പശ്ചിമവാത പ്രവാഹമുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഓഷ്യനിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പശ്ചിമവാത പ്രവാഹമുണ്ട്. ഈ പശ്ചിമവാത പ്രവാഹം ഈ 3 ഓഷ്യനിലെയും ശീതജല പ്രവാഹമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ലാബ്രഡോർ പ്രവാഹം, കാനറീസ്, ബെൻഗ്വേല, ഇത് മൂന്നുമുള്ളത് എവിടെയാണ്? പസഫിക് ഓഷ്യനിലാണ്, അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു ട്രിക്കാണ്, ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ലാബ്രഡോർ എന്ന് പറയുന്നത് ഒരു നായയുടെ ഇനമാണല്ലോ. അപ്പോൾ ലാബ്രഡോർ നായയാണ്. ഇനി കാനറീസിൽ കനൈൻസ് എന്ന് പറയുന്നത് നമ്മൾ നായനെ ഡിനോട്ട് ചെയ്യാനുള്ള സയൻറ്റിഫിക് പേരാണ് കനൈൻസ്. അപ്പോൾ അത് കാനറീസ്, ലാബ്രഡോർ. അതുപോലെ ബെൻഗ്വേല, അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ബീഗിൾ, ബെൻഗ്വേല അങ്ങനെയുള്ള രീതിയിൽ ആലോചിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആലോചിക്കാം. ബീഗിൾ എന്ന് പറയുന്നത് ഒരു നായയുടെ ഇനമാണ്. അപ്പോൾ ബെൻഗ്വേല, ലാബ്രഡോർ, കാനറീസ്, ഇത് മൂന്നിനും നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ശീതജല പ്രവാഹമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഇനി പെറു പ്രവാഹം, ഹംബോൾട്ട്, അത് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. പസഫിക്, പെറു അങ്ങനെ വേണമെങ്കിൽ ആലോചിച്ചോ. ഇനി കാലിഫോർണിയ ഉണ്ട്, അതുപോലെ ഒയാഷ്യോ, പശ്ചിമവാതമൊക്കെ പസഫിക് ഓഷ്യനിലാണ്. ഇതിന് വേറെ നമ്മൾ കോഡൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലുള്ള രണ്ട് ശീതജല പ്രവാഹം മാത്രമേ ഉള്ളൂ. പശ്ചിമവാത പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവുമാണ്. നമ്മുടെ നേരത്തെ ഓസ്ട്രേലിയ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനോട് ചേർന്ന് കിടന്ന ഒരു പോർഷനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഇനി അടുത്ത പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, കുറോഷ്യോ പ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം. അപ്പം നമുക്ക് ഓസ്ട്രേലിയ വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം പസഫിക് ഓഷ്യനിലുണ്ട്. അപ്പം അതങ്ങനെ കണക്ട് ചെയ്യണ്ട. പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. അത്യാവശ്യം നല്ല കുറേ പ്രവാഹങ്ങൾ തന്നെ ഉഷ്ണജല പ്രവാഹം പസഫിക് ഓഷ്യനിലുണ്ട്. അതിൽ കുറേഷ്യോ പ്രവാഹം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. പസഫിക് ഓഷ്യനിൽ എന്തുണ്ട്? കുറേ ദ്വീപുകളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത് പസഫിക് ഓഷ്യനിലാണ്. അപ്പോൾ കുറേ ദ്വീപുകളുണ്ട് ഇവിടെ പസഫിക് ഓഷ്യനിൽ. സോ പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ് കൊറേഷ്യോ പ്രവാഹം എന്ന് ആലോചിക്കുക. കുറേ ഉഷ്ണം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഉഷ്ണജല പ്രവാഹമാകും കൂടി അത് ഓർത്ത് വെക്കാം. ഇനി അറ്റ്ലാന്റിക്കിലെ ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര മധ്യരേഖ പ്രവാഹമുണ്ട്, ഫ്ലോറിഡ പ്രവാഹമുണ്ട്, ഗൾഫ് സ്ട്രീം ഉണ്ട്. ഗൾഫ് സ്ട്രീം നമുക്ക് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആവാൻ വഴിയുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ആണോ എന്ന്. കാരണം ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏഷ്യൻ ആണല്ലോ. പക്ഷേ ഗൾഫ് സ്ട്രീം കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അവിടെയാണെന്ന് ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹമുണ്ട്, ദക്ഷിണ മധ്യരേഖ പ്രവാഹമുണ്ട്, ബ്രസീൽ പ്രവാഹമുണ്ട്, മധ്യരേഖ പ്രതിപ്രവാഹമുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹവും ദക്ഷിണ മധ്യരേഖ പ്രവാഹവും, അതുപോലെ അഗുൽഹാസ് പ്രവാഹം എന്താണ്? ഇന്ത്യൻ ഓഷ്യനിലെ നമ്മുടെ ഉഷ്ണജല പ്രവാഹത്തിൽ വരുന്നതാണ് അഗുൽഹാസ് പ്രവാഹം. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞത് നമ്മുടെ SRT ബുക്കിലുള്ള ഫാക്റ്റുകളായിരുന്നു. ഇനി കുറച്ച് എക്സ്ട്രാ ഫാക്റ്റ് നോക്കാം. നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു ഉഷ്ണജല പ്രവാഹമാണ് അങ്കോള കരണ്ട്, ആൻഡീലസ് കരണ്ട്. അങ്കോളയും ആൻഡീലസും അതേപോലെ കരീബിയനും. അങ്കോള, ആൻഡീലസ്, കരീബിയനൊക്കെ അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ്. അതിൽ തന്നെയുള്ള ശീതജല പ്രവാഹമാണ് കേപ്പ് ഹോൺ കരണ്ടും ഫോക്ക്ലാൻഡ് കരണ്ടും. കേപ്പ് ഹോണും ഫോക്ക്ലാൻഡും. പിന്നെ പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ് അലാസ്ക കരണ്ട്. അലാസ്ക പസഫിക് ഓഷ്യനിലാണ്. ഇന്ത്യൻ ഓഷ്യനിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് മൊസംബിക് കരണ്ട്.
ഇനി യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന ഏത് കറണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗൾഫ് സ്ട്രീമാണ്. യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീമാണ്. ഇനിയൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി പറയുന്ന സമുദ്രജല പ്രവാഹങ്ങളിൽ ജോഡി പരിഗണിക്കുക. ഉഷ്ണജല പ്രവാഹം മരുഭൂമികൾ ഉണ്ടാക്കുന്നു, അതൊന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ്, ഇത് ജലഗതാഗതത്തിന് സഹായിക്കുന്നു. 3, സമുദ്രജല പ്രവാഹങ്ങൾ ലവണാംശത്തിൽ മാറ്റം വരുത്തുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഏതൊക്കെയാണെന്ന്. അപ്പോൾ സമുദ്രജല പ്രവാഹവുമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശരിയായ ഉത്തരം 2ഉം 3ഉം മാത്രമാണ്. അതായത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, മരുഭൂമികൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഉഷ്ണജല പ്രവാഹമാകാം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശീതജല പ്രവാഹമാണ് മരുഭൂമികൾ ഉണ്ടാക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ശീതജല പ്രവാഹമാണ് മരുഭൂമികൾ ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ സമുദ്രജല പ്രവാഹം നമുക്ക് ജലഗതാഗതത്തിന് സഹായിക്കുന്നുണ്ട്. അതെന്തുണ്ട്, നമ്മുടെ ലവണാംശങ്ങൾ, സമുദ്രത്തിലെ ലവണാംശങ്ങൾക്ക് മാറ്റം വരുത്തുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഇനി സഹാറൻ മരുഭൂമി ഉണ്ടാവാൻ കാരണമായ സമുദ്രജല പ്രവാഹം ചോദിച്ചാൽ അത് കാനറി പ്രവാഹമാണ്. സഹാറ മരുഭൂമി ഉണ്ടാവാൻ കാരണമായത് ചോദിച്ചു കഴിഞ്ഞാൽ കാനറി പ്രവാഹമാണ്. കാനറി നമുക്കറിയാം അല്ലേ, അറ്റ്ലാന്റിക് ഓഷനിൽ ശീതജല പ്രവാഹത്തിന് ഉദാഹരണമാണ് ഈ കാനറി പ്രവാഹമെന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഗൾഫ് സ്ട്രീമും ലാബ്രഡോറും ഗൾഫ് സ്ട്രീമും കൂടെ മുട്ടിയിട്ടാണ് നമുക്ക് ഗ്രാൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിലെ മത്സ്യബന്ധനത്തിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ബാങ്ക് ഉണ്ടാകുന്നത് തന്നെ ലാബ്രഡോറിൻ്റെ ഗൾഫ് സ്ട്രീമിൻ്റെയും കൂടി ഒരു ഇതിലൂടെയാണ് ഇതുണ്ടാകുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹത്തിൻ്റെ സംഗമം മൂലം ഉണ്ടാകുന്ന വേറൊരു പ്രതിഭാസമാണ് മൂടൽ മഞ്ഞിൻ്റെ രൂപീകരണം. അതോടെ പഠിക്കുക. അപ്പോൾ മൂടൽ മഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് തരാണ്, ഉഷ്ണജല പ്രവാഹം ശീതജല പ്രവാഹം സംഗമിച്ചാൽ മൂടൽ മഞ്ഞിൻ്റെ രൂപീകരണത്തിന് കാരണമാകും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശീതജല പ്രവാഹവുമായിട്ട് ഉഷ്ണജല പ്രവാഹങ്ങൾ കൂടിച്ചേരുമ്പോൾ മൂലമുണ്ടാകുന്ന മൂടൽമഞ്ഞ് കാരണം കപ്പൽ അപകടത്തെ അഭിമുഖീകരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി നോക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഇനി ഗുജറാത്തിലെ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, അതേപോലെ 4 ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതേപോലെ തമിഴ്നാട്ടിലെ കൂടംകുളം ഒരു ഭൗമ താപോർജ്ജ നിലയമല്ല, അതൊരു ആണവ വൈദ്യുത നിലയമാണ്, ന്യൂക്ലിയർ പവർ റിയാക്ടറാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗറാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമ്മൾ ആണവോർജ്ജ നിലയം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളിൽ ഏറ്റവും ആദ്യം വന്നതാണ് താരാപൂർ. 1969 വന്നെയാണ്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇനി റാവത്ത് ഭട്ട് എവിടെയാണ്? റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ്. കൽപ്പാക്കം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കൽപ്പാക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. നറോറയാണെങ്കിൽ യു പിയിലും കക്രപ്പാറ ഗുജറാത്തിലും കൈഗ കർണാടകയും കൂടംകുളം തമിഴ്നാട്ടിലുമാണ്. ഏറ്റവും വലിയ താപോർജ്ജ നിലയം ചോദിച്ചാൽ കൂടംകുളമാണ്. ഏറ്റവും ആദ്യം വന്നത് താരാപൂറാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയം കൂടെ നോക്കാം. അതിൽ വിന്ധ്യാചൽ, അത് മധ്യപ്രദേശിലാണ്. വിന്ധ്യാചൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ചോദിച്ചാൽ വിന്ധ്യാചല താപവൈദ്യുത നിലയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇനി മുന്ദ്ര ഉണ്ട്. മുന്ദ്ര, ഉക്കായി, സിക്ക, ഇത് 3ഉം ഗുജറാത്തിലാണ്. മുന്ദ്ര, ഉക്കായി, സിക്ക ഒക്കെ ഗുജറാത്തിലാണ്. താൽച്ചർ ആണെങ്കിൽ ഒഡീഷയിലും, സിപ്പാറ്റ് ആണെങ്കിൽ ഛത്തീസ്ഗഡിലും, ദാദ്ര ആണെങ്കിൽ യു പിയിലും, രാമകുണ്ടം, കോതകുണ്ടം, കാകതീയം ഇതൊക്കെയാണെങ്കിൽ തെലങ്കാനയിലാണ്. രാമകുണ്ടം, കോതകുണ്ടം, കാകതീയം ഒക്കെ ആണെങ്കിൽ തെലങ്കാനയിലും, കോർബ താപവൈദ്യുത നിലയമാണെങ്കിൽ ഛത്തീസ്ഗഡും, റിഹാദ് ആണെങ്കിൽ യു പിയിലും, ജാർസുഗുഡ ആണെങ്കിൽ ഒഡീഷയിലുമാണ്. ജാർസുഗുഡ ഒഡീഷയിലാണ്. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജാർസുഗുഡയിൽ, ഒഡീഷയിലാണ്. എന്നാൽ ജാദുഗുഡ എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ്. യുറേനിയം നിക്ഷേപമുള്ളതാണ് ജാദുഗുഡ, അല്ലെങ്കിൽ യുറേനിയമാണ് അവിടെ നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. ജാർസുഗുഡയിലാണെങ്കിൽ ജാർസുഗുഡയിലാണെങ്കിൽ കൽക്കരിയാണ് അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്.
ഇനി സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ ഏതാണ്? സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചെനാബാണ്. എന്നാൽ സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് സത്ലജ് ആണ്. ഇനി നമ്മൾ സിന്ധു നദിയുടെ പോഷക നദി, ഇതിൽ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദി ചോദിച്ചാൽ അത് ബിയാസ് ആണ് കേട്ടോ. അത് ഇന്ത്യയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇനി ഇതിന് പുറമെ രവി ഉണ്ട്, സത്ലജ് ഉണ്ട്, ബിയാസ് ഉണ്ട്, ചിനാബ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സത്ലജിൻ്റെ പോഷക നദികൾ തന്നെയാണ്. ഇനി സത്ലജ് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് നമ്മുടെ സിന്ധു ഉത്ഭവിക്കുന്നത്. സിന്ധുവിൻ്റെ ഇന്ത്യയിലൂടെയുള്ള നീളം ചോദിച്ചാൽ 709 കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയിലൂടെയുള്ള നീളം 709 കിലോമീറ്റർ ആണ്. പക്ഷേ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ PSC ചോദ്യപേപ്പറിൽ ഈ 2 ഓപ്ഷനുകളും നൽകുകയാണെങ്കിൽ 1114 കിലോമീറ്റർ തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ 709 തന്നെ തിരഞ്ഞെടുക്കുക. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സിന്ധു നദിയാണ് കേട്ടോ. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നുണ്ട്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാലോ, അത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നത്. ഇനി മോഹൻജത്താരോ സ്ഥിതി ചെയ്യുന്ന നദീ തീരം ചോദിച്ചാൽ അത് സിന്ധു ആണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് ഈ സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ചോദിച്ചാൽ സിന്ധു ആണ്. ഇനി ഏതൊക്കെ പർവ്വതനിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിനും സസ്കറിനും ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഓക്കെ, സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സിംഗി കമ്പൻ എന്നാണ് കേട്ടോ. സിംഗി കമ്പൻ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുഖം എന്ന അർത്ഥമാണ് ഇതിന്. സിംഗി കമ്പൻ എന്നാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. സിന്ധു നദിയുടെ മറ്റൊരു പേര് നമുക്കറിയാം, അത് ഇൻഡസ് ആണ്. അതറിയാലോ, ഇൻഡസ് ആണ് നമ്മൾ സിന്ധു നദീൻ്റെ മറ്റൊരു പേര് എന്നറിയപ്പെടുന്നത്. ഇനി ഏതൊക്കെയാണ് സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ? സപ്തസിന്ധു നമുക്കറിയാം, നമ്മുടെ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, സരസ്വതി, സിന്ധു. ഇത്രയുമാണ് സപ്തസിന്ധു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 6 ശരിക്കും സരസ്വതി ഇതിൽ അങ്ങനെ പറയാറില്ലെന്ന് തോന്നുന്നു. അതായത് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, പിന്നെ നമ്മുടെ സിന്ധു നദി. ഇത്രയാണ് സപ്തസിന്ധു. 7 സരസ്വതി റിവറും കൂടെ ചേർത്തിട്ടാണ് സപ്തസിന്ധു എന്ന് പറയുന്നത് കേട്ടോ. സപ്തസിന്ധു. ഓക്കെ, അതിൽ ഈ 5 നദികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് 5 നദികളും പഞ്ചാബിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേരും വിളിക്കുന്നുണ്ട് പഞ്ചാബിനെ. അതല്ലാണ്ട് സപ്തസിന്ധു അറിയപ്പെടുന്നതിൽ സരസ്വതിയും സിന്ധുവും കൂടി വരുന്നുണ്ടെന്ന് ആലോചിക്കാം. ഇനി ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നതെന്ന് ചോദിച്ചാൽ ചില്ലാറിൽ വെച്ചിട്ടാണ് കേട്ടോ. ജമ്മു കാശ്മീരിൽ ചില്ലാറിൽ വെച്ചിട്ടാണ് ഇത് എങ്ങോട്ടേക്ക് കടക്കുന്നത്? പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം ചോദിച്ചാൽ അത് അറ്റോക്കാണ്. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലമാണ് അറ്റോക്ക്. ഇനി അറ്റോക്കിൽ വെച്ച് സിന്ധുവിൻ്റെ വലത് തീരത്ത് ചേരുന്ന പ്രധാന പോഷക നദിയാണ് കാബൂൾ നദി. വലത് തീരത്ത് പോഷക നദിയായി കാബൂൾ നദി ചേരുന്നു. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജലം, ചിനാബ് ഇതൊക്കെ തന്നെയാണ്. 5 നദികളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചാബാണ്. അത് ഈ 5 നദികൾ ഇതിലൂടെ പഞ്ചാബിലൂടെ ഒഴുകുന്നുണ്ടാണ്. ഓക്കെ, ഇനി ബഗ്ലിഹാർ ഡാം, കാശ്മീരിലെ ബഗ്ലിഹാർ ഡാം ഏത് നദിക്ക് കുറുകെയാണ് പണിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിനാബ് നദിക്ക് കുറുകെയാണ് കേട്ടോ. ബഗ്ലിഹാർ ഡാം ചിനാബ് നദിക്ക് കുറുകെയാണ് പണിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം. അപ്പോൾ ടർബേല ഡാം സിന്ധു നദിയിലാണ്, പാകിസ്ഥാനിലാണ് ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു ഗിൽഗിത്ത് എന്ന് പറയുന്ന താഴ്വര സൃഷ്ടിക്കുന്നത് സിന്ധു നദിയുടെ ഒരു പ്രവൃത്തി മൂലമാണ്. ജമ്മു കാശ്മീരിലാണ് ഗിൽഗിത്ത് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇനി സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം അല്ലെങ്കിൽ ഏക ജില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലഡാക്കിലെ ലേയിലൂടെ മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നതെന്നും കൂടി നോക്കാം. ഓക്കെ, ഇനി അവസാനമായിട്ട് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണെങ്കിൽ അത് കറാച്ചിക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു നദി അറബിക്കടലുമായിട്ട് ചേരുന്നതെന്ന് പഠിക്കുക. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള നദി ചോദിച്ചാൽ സിന്ധു നദിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ പറ്റി ഒന്ന് നോക്കിയിട്ട് പോവാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ നമ്മുടെ
നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്, രേഖാംശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 82.5 ഈസ്റ്റ് ആണ് കേട്ടോ. 82.5 ഈസ്റ്റ് ആണ്. ഇനി ഗ്രീൻവിച്ച് സമയം ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ ലണ്ടനിലെ ഒരു രേഖയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രീൻവിച്ച് ടൈമിനെക്കാട്ടിലും നമ്മുടെ ടൈം എന്ന് പറയുന്നത് 5.5 മണിക്കൂർ നമ്മൾ മുന്നിലാണ്. അതുപോലെ നമ്മുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിൽ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് 30 ഡിഗ്രിയാണ് കേട്ടോ. 30 ഡിഗ്രിയാണ്. അതായത് 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതായത് ആദ്യമേ നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് അരുണാചൽ പ്രദേശ് ഭാഗത്തായിരിക്കും. പിന്നീട് 2 മണിക്കൂറിന് ശേഷമാണ് ഗുജറാത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ടൈം ഡിഫറൻസ് ആണെങ്കിൽ 2 മണിക്കൂറും വരും. അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഡിഗ്രിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 30 ഡിഗ്രിയും വരുമെന്ന് നോക്കാം. ഇനി 0 ഡിഗ്രി രേഖാംശത്തെയാണ് നമ്മൾ ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശത്തെയാണ്. ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള എത്ര മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ലാബ് അസിസ്റ്റന്റ് 2018 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ 24 മേഖലകളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നതും കൂടി നോക്കാം. ഇനി എന്താണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ? ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഇതിനാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് വിളിക്കുന്നത്. 180 ഡിഗ്രി രേഖാംശത്തിനാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ദിനാങ്കരേഖ ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു 180 ഡിഗ്രി നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ ഒരു കരഭാഗത്തല്ല, ഇത് പസഫിക് ഓഷനിലെ ബെറിങ് കടലിടുക്കിലാണ് ഈ ഒരു രേഖ എടുത്തിരിക്കുന്നത്. കാരണം രാവും പകലും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രേഖ നമ്മൾ പസഫിക് ഓഷനിലെ ബെറിങ് കടലിടുക്കിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതേ നമ്മൾ വായിച്ചത് SCERT ഫാക്ട്സുകൾ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേര്: സൈക്ലോണ്, വില്ലി വില്ലീസ്, ടൈഫോണ്, ഹരിക്കെയിൻ. ഇതിലേതാണ്? ഹരിക്കെയിൻ ആണ് കേട്ടോ. ഹരിക്കെയിൻസ് എന്നാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേര് ഹരിക്കെയിൻ എന്നാണ്. വില്ലി വില്ലീസ് ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന പേരാണ് വില്ലി വില്ലീസ്. ഇനി ടൈഫൂൺ ആണെങ്കിൽ നമ്മുടെ ചൈന കടൽ തീരങ്ങളിലൊക്കെ അറിയപ്പെടുന്നതാണ് ടൈഫൂൺ എന്ന്. സൈക്ലോൺ ആണെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ ഇവിടെ ബേ ഓഫ് ബംഗാളിലൊക്കെ വീശുന്നതും അറബിക്കടലിലൊക്കെ വീശുന്നത്, ഇന്ത്യയിൽ വീശുന്നതാണ് സൈക്ലോണുകൾ എന്നറിയപ്പെടുന്നത്. ടൈഫോൺ ആണെങ്കിൽ നമ്മുടെ എവിടെയാണ്? ചൈന തീരത്താണ്. ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണെന്ന്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത കേരളത്തിലൂടെ പോകുന്നതാണ്. അത് നമ്മുടെ NW3 ആണ് കേട്ടോ. NW3 ആണ്. ഇനി ഏറ്റവും വലിയ നാഷണൽ വാട്ടർവേ എന്നറിയപ്പെടുന്നത് നമ്മുടെ NW1 ആണ്. നമ്മുടെ അലഹബാദ് ഹാൽദിയ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. NW1 ഗംഗാ നദീ തീരത്താണ്. ഇതാണ് ഏറ്റവും നീളമുള്ള അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ NW എന്നറിയപ്പെടുന്നത്. ഇനി 2 NW2 ആണെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്നത് സാദിയ ധൂബ്രീനെയാണ്. ബ്രഹ്മപുത്ര നദിയിലൂടെ ഒഴുകുന്നതാണ്. ഇനി വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതാണ് ഈ NW3, കൊല്ലം കോട്ടപ്പുറം കണക്ട് ചെയ്യുന്നതും. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. ഒഡീഷ ഭാഗങ്ങളിലുള്ളതാണ് NW5. അതിനാണ് നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഇത് ഈ കഴിഞ്ഞ 3-4 ക്വസ്റ്റ്യൻസിൽ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. ഖാദി LDCയിലെ 2 വട്ടം ചോദിച്ച ക്വസ്റ്റ്യനൊക്കെയാണ് ഇത്. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സൗദി അറേബ്യയാണ്. ഇനി 2024 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ 5-നാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാലോ? തീം ലാൻഡ് റീസ്റ്റോറേഷൻ, ഹാൾട്ടിംഗ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റെസിലിയൻസ് എന്നാണ്. അതായത് മരുഭൂവൽക്കരണം തടയുക, കര പുനഃസ്ഥാപിക്കുക എന്നൊക്കെ ഒരു അർത്ഥം വരുന്നതാണ് ലാൻഡ് റീസ്റ്റോറേഷൻ, ഹാൾട്ടിംഗ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റെസിലിയൻസ് എന്നായിരുന്നു ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. സ്ലോഗൻ ആണെങ്കിൽ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നാണ്. സ്ലോഗൻ വരുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നാണ്. ഇനി കഴിഞ്ഞ 2023 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഐവറി കോസ്റ്റ് ആണ്. ആദ്യത്തെ വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതായിരുന്നു അതിൻ്റെ തീം എന്ന് പറയുന്നത്.
ഇനി 2005-ലെയും 2006-ലെയും തീം കൺട്രി ഓൾറെഡി അവർ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. 2025 കേട്ടോ. 2025-ലെ എൻവയോൺമെൻറ്റ് ഡേയുടെ തീം കൺട്രി സൗത്ത് കൊറിയ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയും 2026-ലെ എൻവയോൺമെൻറ്റ് ഡേയുടെ തീം കൺട്രി എന്ന് പറയുന്നത് അസർബൈജാനുമാണ്. ഓക്കെ. ഇനി ഈ വട്ടത്തെ നമ്മുടെ പത്രസ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആതിഥ്യത്വം വഹിച്ചത് രാജ്യം ചോദിച്ചാൽ അത് ചിലിയാണ് കേട്ടോ. പത്രസ്വാതന്ത്ര്യ ദിനം ആതിഥ്യത്വം വഹിച്ചത് ചിലിയാണ്. ഈ വട്ടം നമ്മുടെ ഇന്ത്യയുടെ യോഗാ ദിനത്തിൻ്റെ ഹോസ്റ്റിംഗ് സിറ്റി എന്ന് പറയുന്നത് ശ്രീനഗറാണ്. അതുപോലെ വേറൊരു കൺട്രി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് ചോദിച്ചാൽ മെയ് 3 കേട്ടോ. മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 3. പ്രസ് ഫോർ ദി പ്ലാനറ്റ് ഫോർ ദ പ്രസ് ഫോർ ദി പ്ലാനറ്റ് അതായിരുന്നു അതിൻ്റെ തീം കേട്ടോ. പ്രസ് ഫോർ ദി പ്ലാനറ്റ് എന്നായിരുന്നു ആ ഒരു ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 2024 പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് സ്ട്രാസ്ബർഗാണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ് പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗപ്പെടുത്തി. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. സോ ഇതാണ് ആൻസർ. 1, 2, 3 ശരിയാണ്, പ്രസ്താവന 4 ശരിയല്ല. അതായത് ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചു. പിന്നെ ജലസേചന സൗകര്യങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും കീടനാശിനികളൊക്കെ നമ്മൾ വളരെ സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം എന്ന് പറയുമ്പം നമ്മൾ ഒരു ഇയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡെഫിനറ്റ് ഇയറായിട്ട് പറഞ്ഞാൽ 1965-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഇത് 2 ഘട്ടമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 1960 മുതൽ 1970 വരെയും അതേപോലെ 1970 മുതൽ 1980 വരെയും, ഇങ്ങനെ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഹരിത വിപ്ലവം കണ്ടിന്യൂ ചെയ്തത്. അതിൽ ഒരു ഡേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 1965 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1951 മുതൽ 56 വരെയായിരുന്നു. സോ 1-ാം പഞ്ചവത്സര പദ്ധതി അല്ല. 2-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 56 മുതൽ 61 വരെ, 3 ആണെങ്കിൽ 61 മുതൽ 66 വരെയാണ്. അതുകൊണ്ട് തന്നെ 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് നമ്മൾ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റും. ഓക്കെ. ഇനി ഹരിത വിപ്ലവം, നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനും നമ്മുടെ വേൾഡിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗുമാണ്. നോർമൻ ബോർലോഗ് 1960-ലാണ് ശരിക്കും ഹരിത വിപ്ലവം ആഗോളതലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1970 നമ്മുടെ നോർമൻ ബോർലോഗിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തിരുന്നു. ഇനി നമ്മുടെ MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഇടയ്ക്ക് അത് 2023 സെപ്റ്റംബർ 28-ന് അന്തരിച്ചുകൊണ്ട് ആ ഒരു ഡേറ്റും ചോദിച്ചിട്ടുണ്ട് PYQ ആയിട്ട്. അപ്പോൾ MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളൊക്കെ പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MP സിംഗ് കേട്ടോ. MP സിംഗ് ആണ് നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ ഇത് സ്ട്രോംബോളിയാണ്. പ്രവാചകൻ സ്ട്രോംബോളിയും. ഇന്ത്യൻ ഹരിത വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ കൃഷി മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ അയ്യരാണ്. സുബ്രഹ്മണ്യ അയ്യരായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ കൃഷി മന്ത്രി. പിന്നീട് നമ്മുടെ ഹരിത വിപ്ലവ ടൈമിൽ നമ്മൾ പറഞ്ഞു വിഗറസ് ആയിട്ടുള്ള ജലസേചന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ വിഗറസ് ആയിട്ട് ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുകയും മണ്ണിൽ അമ്ലത്വം കൂടുകയും ചെയ്ത് മണ്ണിൻ്റെ ഒരു സ്വാഭാവിക ബലപുഷ്ടി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ബലപുഷ്ടി കൂടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ട് തെറ്റാണ്. മണ്ണിൽ അവർ കുറേ വളങ്ങൾ ഉപയോഗിക്കുകയും ജലസേചനം അമിതമായിട്ട് ഉപയോഗിച്ചതിനൊക്കെ ഫലമായിട്ട് ബലപുഷ്ടി കുറയുകയാണ് ചെയ്തത്. ആ ഫാക്റ്റും കൂടെ ഓർത്തിരിക്കുക. ഇനി ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതേതാണ്? നെല്ലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ലാണ്. അപ്പോൾ 1-ാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് നെല്ലിനാണ്. 2-ാം സ്ഥാനം നമ്മൾ ഗോതമ്പിന് കൊടുക്കണം. 3-ാം സ്ഥാനം ചോളമാണ്. 4-ാം സ്ഥാനം പയർവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് B ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്.
എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്, ഇപ്പോൾ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്, അതായത് നമ്മുടെ ഇപ്പോൾ ഖാദിയിൽ തന്നെ ഇങ്ങനൊരു റേറ്റ് വെച്ച് ചോദിച്ചായിരുന്നു. അതായത് നമ്മുടെ സമുദ്രോൽപ്പന്നം, പഞ്ചസാര, പിന്നെ എന്തായിരുന്നു, അങ്ങനെ ഒരു ലിസ്റ്റ് വന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി, ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് സമുദ്രോൽപ്പന്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എഴുതാനായിരുന്നു ചോദിച്ചത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2023-24 റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തെലങ്കാനയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് ഉള്ളത് തെലങ്കാനയാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്, തെലങ്കാനയാണ്. സെക്കൻഡ് ആണെങ്കിൽ UP വരും. അരി ഉൽപ്പാദനത്തിൽ സെക്കൻഡ് UP വരും. തേർഡാണ് നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തെലങ്കാന, സെക്കൻഡ് UP, തേർഡ് വെസ്റ്റ് ബംഗാളാണ്. അതേപോലെ ഇന്ത്യയിൽ നമ്മുടെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഫസ്റ്റ് ഉള്ളത് UP തന്നെയാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഫസ്റ്റ് UP ആണ്, സെക്കൻഡ് മധ്യപ്രദേശാണ്, തേർഡ് പഞ്ചാബാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഫസ്റ്റ് UP, സെക്കൻഡ് മധ്യപ്രദേശ്, തേർഡ് പഞ്ചാബാണ്. ഇനി മെയ്സ് അല്ലെങ്കിൽ ചോളം ഉൽപ്പാദനത്തിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കർണാടകയാണ് കേട്ടോ. അപ്പോൾ ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആരാണ്? കർണാടകയും, സെക്കൻഡ് ബീഹാറാണ്. ബീഹാറും തേർഡ് നമ്മുടെ മധ്യപ്രദേശുമാണ്. ഇനി ടോട്ടൽ പൾസസ് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് ഉള്ളത് മധ്യപ്രദേശാണ്. പയറുവർഗ്ഗങ്ങളിൽ ഫസ്റ്റ് മധ്യപ്രദേശും, സെക്കൻഡ് മഹാരാഷ്ട്രയും, തേർഡ് രാജസ്ഥാനുമാണ്. പയർവർഗ്ഗത്തിൽ മധ്യപ്രദേശ് വരും, സെക്കൻഡ് മഹാരാഷ്ട്ര വരും, തേർഡ് വരുന്നത് രാജസ്ഥാനുമാണ്. ഓക്കെ. ഇനി ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എല്ലാ ഫുഡ് ഗ്രെയിൻസും റൈസ്, വീറ്റ്, ചോളം ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് UP ആയിരിക്കും, സെക്കൻഡ് മധ്യപ്രദേശും, തേർഡ് പഞ്ചാബുമാണ്. നമ്മൾ ഈ ഒരു സീരീസ് വേറെന്തിൽ പഠിച്ചു? ഫസ്റ്റ് UP, സെക്കൻഡ് മധ്യപ്രദേശ്, തേർഡ് പഞ്ചാബ് വരുന്നത് നമ്മുടെ വീറ്റിൽ പഠിച്ചില്ലേ? ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഡർ ഇതായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഭക്ഷ്യധാന്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്ന ഓർഡറും ഇത് തന്നെയാണ്. UP ഫസ്റ്റ്, സെക്കൻഡ് മധ്യപ്രദേശ്, തേർഡ് പഞ്ചാബാണ്. ഓക്കെ. ഇനി നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് ഉള്ളത് ഗുജറാത്താണ് കേട്ടോ. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഫസ്റ്റ് ഗുജറാത്താണ്, സെക്കൻഡ് രാജസ്ഥാനാണ്, തേർഡ് മധ്യപ്രദേശാണ്. ഫസ്റ്റ് ഗുജറാത്ത് നിലക്കടല, സെക്കൻഡ് രാജസ്ഥാൻ, തേർഡ് മധ്യപ്രദേശാണ്. ഇനി സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് മധ്യപ്രദേശ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് രാജസ്ഥാൻ. ഈ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ വരുന്ന വേറൊരെണ്ണം ഉണ്ടല്ലോ, ഏതായിരുന്നു? ഓർമ്മകളുണ്ട്, അത് നമ്മുടെ പയർവർഗ്ഗം അല്ലേ? പയർവർഗ്ഗത്തിൻ്റെ കേസിൽ ഈ ഓർഡർ ആയിരുന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാനായിരുന്നു പയർവർഗ്ഗത്തിൻ്റെ കേസിൽ ഓർഡർ. അത് തന്നെയാണ് സോയാബീൻ്റെ കേസിലെയും ഓർഡർ എന്ന് നോക്കാം. ഇനി പരുത്തിയാണെങ്കിലോ, പരുത്തിയല്ല, നമ്മുടെ ഷുഗർ കെയിൻ്റെ മലയാളം എന്തായിരുന്നു? ഓക്കെ. ഷുഗർ കെയിൻ ആണെങ്കിൽ ഫസ്റ്റ് UP ആണ്, സെക്കൻഡ് ആണ് മഹാരാഷ്ട്ര, ആൻഡ് തേർഡ് കർണാടകയാണ്. അറ്റ്ലീസ്റ്റ് 1-2 സ്ഥാനത്തെങ്കിലും പഠിച്ചു വെക്കാം. ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ, കരിമ്പ് ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ UP, സെക്കൻഡ് മഹാരാഷ്ട്ര. അതേപോലെ പഞ്ചസാര ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ UP, സെക്കൻഡ് മഹാരാഷ്ട്രയാണ്. ഇനി പരുത്തി ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്, സെക്കൻഡാണ് മഹാരാഷ്ട്ര, തേർഡ് അതിൽ വന്നേക്കുന്നത് തെലങ്കാനയാണ്. വന്നേക്കുന്നത്. ഇനി ചണം ഉൽപ്പാദനത്തിലാണെങ്കിലോ, അത് നമ്മൾ നേരത്തെ പഠിക്കാറുള്ളത് തന്നെയാണ്. വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. സെക്കൻഡ് ചണത്തിൻ്റെ കേസിൽ ബീഹാർ വരും, തേർഡ് ചണത്തിൻ്റെ കേസിൽ ആസാം വരും. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് ധാതുക്കളുടെ കേസും കൂടെ പഠിക്കാം. ഇത് നിങ്ങൾക്ക് ഓവർലോഡ് ആവുന്നുണ്ട് അറിയാം, എന്നാലും നിങ്ങളിത് എഴുതിയെടുത്തിട്ട് എക്സാമിൻ്റെ ടൈമിലൊന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ധാതുക്കളുടെ കേസിൽ ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയാണ്. സെക്കൻഡ് സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ്, തേർഡ് സ്ഥാനത്ത് കർണാടകയാണ്. അതുപോലെ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മധ്യപ്രദേശാണ്, സെക്കൻഡ് നമ്മുടെ മഹാരാഷ്ട്ര വരും, തേർഡ് നമ്മുടെ ഒഡീഷ വരും. ഇനി ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയാണ്, സെക്കൻഡ് ഗുജറാത്ത് വരും. ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മധ്യപ്രദേശാണ്, സെക്കൻഡ് രാജസ്ഥാനും, തേർഡ് ജാർഖണ്ഡും വരും.
ഇനി സിൽവർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ രാജസ്ഥാനാണ് മുന്നിൽ നിൽക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ ബീഹാറാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഗോൾഡ് ബീഹാറും സിൽവർ രാജസ്ഥാനുമാണ്. ഇനി നമ്മുടെ അബ്രം അല്ലെങ്കിൽ മൈക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. സെക്കൻഡ് രാജസ്ഥാനും തേർഡ് ഒഡീഷയുമാണ് അബ്രം ഉൽപ്പാദനത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇങ്ങനെയുള്ള ഫാക്റ്റുകളും കൂടി നോക്കി പോവാം. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് കേട്ടോ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ GDP നിരക്ക്, പിന്നെ RBIൻ്റെ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ, ഇങ്ങനത്തെ കേസുകളൊക്കെ എക്സാമിന് മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് മിക്കവാറും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കാം. അപ്പം വാല്യൂസ് ഇപ്പം നിലവിലെ വാല്യൂസ് പറയാം, എന്നാലും എക്സാമിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇപ്പം റിപ്പോ നിരക്ക്, നമ്മുടെ RBIൻ്റെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6.5% തന്നെയാണ്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് 6.35%. റിവേഴ്സ് റിപ്പോ നിരക്കാണെങ്കിൽ 6.35%. ഇനി സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ SLR, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആണെങ്കിൽ അത് 18%. സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ 18%. ബാങ്ക് റേറ്റ് ആണെങ്കിൽ 3.75, 6.75 ബാങ്ക് റേറ്റ്. റിപ്പോ നിരക്ക് 6.5. പിന്നെ നമ്മുടെ റിവേഴ്സ് റിപ്പോ ഞാൻ 6.35 എന്നാണോ പറഞ്ഞത്? 3.35 കേട്ടോ. 3.35. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF ആണെങ്കിൽ 6.75 തന്നെയാണ്. അതുപോലെ CRR നിരക്ക് 4.5ഉം SLR നിരക്ക് 18%. ഈ റേറ്റുകൾ എക്സാമിന് മുന്നേ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇത് മാറാൻ ചാൻസ് ഉണ്ട്. മാറിയില്ലെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പോവുക. അതേപോലെ നമ്മുടെ ഈ വട്ടത്തെ എക്കണോമിക് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ GDP നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 8.2% ആണ് കേട്ടോ. GDP നിരക്ക് 8.2% ആണ്. അതുപോലെ ഇതിന് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എത്രയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമമേത്? ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഇതിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം എന്നാണ് 1969-ലും 1980-ലും നടന്നു. ഇതിൽ ഫസ്റ്റ് വൺ നോക്കിയാൽ മതി, 69. ആസൂത്രണ കമ്മീഷൻ ഫോം ചെയ്ത് 1950 മാർച്ച് 15-നാണ്. 500, 1000 നോട്ടുകൾ നിരോധിച്ചത് അത് 2016 നവംബർ 8-നാണ്. ഇനി ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് 1951. അതായത് നമ്മുടെ 1ാം അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1951 1ാം അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭൂപരിഷ്കരണം എന്നൊരു സംഭവം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്നത് ആസൂത്രണ കമ്മീഷൻ, അതാണ് ഫസ്റ്റ് നടന്നത്. പിന്നെ ഭൂപരിഷ്കരണമാണ്. അപ്പം 2, 4, 1, 3 എന്നുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ D ആണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. ഇതിൽ നമ്മുടെ നോട്ട് നിരോധനം ശരിക്കും ഇന്ത്യയിൽ 3 തവണയാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് നടന്നത് 1946-ലാണ്, സെക്കൻഡ് 1978-ല്, തേർഡ് അവസാനമായിട്ട് നടന്നത് 2016-ലാണ്. അപ്പോൾ 1946, 1978, 2016 ഈ 3 വട്ടമായിട്ടാണ് നോട്ട് നിരോധനം നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഡിനോമിനേഷനിൽ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡിനോമിനേഷനിൽ ഉള്ള നോട്ട് ഏതായിരുന്നു ചോദിച്ചാൽ അത് 10,000 രൂപയാണ് കേട്ടോ. ഈ 10,000 രൂപ നിരോധിച്ചത് 78-ലാണ്. 46-ൽ നിരോധിച്ചു, പക്ഷെ അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 78-ലാണ് അവസാനം ഇത് നിരോധിച്ചത്. ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിനോമിനേഷനിലുള്ള നോട്ട്, 10,000 രൂപയായിരുന്നു. അടുത്ത നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുകയും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ
12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഓപ്ഷൻ പ്രസ്താവന 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2ഉം ഇതിൽ ശരിയാണ്. അതുപോലെ പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണവുമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പഞ്ചവത്സര പദ്ധതി പോർഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ്, ഈ ഒരു പോർഷൻസൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഇവരുടെ റേറ്റ്, ഇവർ എത്രയാണ് സാമ്പത്തിക ഒരു റേറ്റ് കൈവരിച്ചത്, എത്ര വളർച്ച കൈവരിച്ചു ഓരോ പഞ്ചവത്സര പദ്ധതിയിലും, അങ്ങനെയുള്ള ഫാക്ടറുകൾ നോക്കി പോവുക. ഇനി നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അടൽ ഇന്നൊവേഷൻ മിഷൻ, മെത്തനോൾ സമ്പദ്ഘടന, സഹകരണ ഫെഡറലിസം, ശൂന്യ ക്യാമ്പയിൻ. ഇതിൽ അടൽ ഇന്നൊവേഷൻ മിഷൻ, ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പുതിയ ഐഡിയകളൊക്കെ വരും. അപ്പോൾ ഇതിലെ ഒരു എന്താ പറയുക, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്തൊരാൾക്ക് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു അർത്ഥം വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് പറയുമ്പോൾ പുതിയ സംരംഭകത്വം, നവീന ആശയങ്ങൾ കണ്ട് അതിൽ തന്നെ ഉണ്ടെല്ലാം. അപ്പോൾ അത് 1Bയിലാണ് വരുന്നത്. 1B ആണ്. ഇനി 2 മെത്തനോൾ സമ്പദ്ഘടന 1B ആണല്ലോ, എന്തായാലും അപ്പോൾ C വരും. 2 എന്തായാലും C വരും. എണ്ണ ഇറക്കുമതി ബില്ല് ചെലവ് കുറയ്ക്കുകയാണ്. സഹകരണ ഫെഡറലിസം നമുക്കറിയാമല്ലോ, നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഒരെണ്ണമാണ് സഹകരണ ഫെഡറലിസം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ട് ഒരു സഹകരണ രീതിയിൽ, ഒരു സഹകരണ മനോഭാവത്തിൽ പോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സഹകരണ ഫെഡറലിസം. ശൂന്യ ക്യാമ്പയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വായു മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യമാണ് ശൂന്യ ക്യാമ്പയിൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ത് വരും? 4A, ഓപ്ഷൻ C വരും. ഓക്കെ. ഇനി നമ്മൾ ഫെയിമിനെ പറ്റി പഠിക്കുക. ഫെയിമും PYQയിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഫെയിം. ഇപ്പോൾ ഫെയിമിൻ്റെ 2ാം ഘട്ടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫെയിം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ഹൈബ്രിഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ഫെയിം 2 എന്ന് പറയുന്നത്. അതും കൂടി നോക്കാം. ഈ ഫെയിമിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫെയിമിൻ്റെ ഫുൾ ഫോം ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്നാണ് ഫെയിമിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതിൻ്റെ 2ാം ഘട്ടവും ഇവർ ഇറക്കിയിട്ടുണ്ട്. ഇനി 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. രണ്ടാമത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആകെപ്പെട്ടൊരു വട്ട് തോന്നുമല്ലേ? പക്ഷേ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷനിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. അതായിരുന്നു ശരിക്കും 91 നമ്മുടെ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നതൊക്കെ എന്തായിരുന്നു? മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി. ഇതൊക്കെ സ്വാശ്രയത്വം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളാണ്. പക്ഷേ 91 ശരിക്കും ഇന്ത്യ 91 ന്യൂ എക്കണോമിക് പോളിസിയിൽ ഒരു 3 കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. നിയോ ഇമ്പീരിയലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 സംഭവം, LPG എന്ന് പറഞ്ഞിട്ടൊരു 3 സംഭവം കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ ലക്ഷ്യം എന്താണ്? ആഗോളവൽക്കരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുക, മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് അങ്ങോട്ടേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാനും, അതായത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുക, അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1991 ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് സ്വാശ്രയത്വം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുക എന്നതാണ് സ്വാശ്രയത്വം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും സ്വാശ്രയത്വമല്ല 91 എക്കണോമിക് പോളിസിയിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചുകൊണ്ട് ആഗോള കമ്പോളങ്ങളുമായി സംയോജിപ്പിക്കുക. അതൊരു ഇവരുടെ ഫാക്ട് തന്നെയാണ്. ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷനിലൂടെ നമ്മുടെ ഇന്ത്യയുടെ ആഗോള കമ്പോളങ്ങളും എല്ലാം, അതായത് ആഗോളം മീൻസ് ഗ്ലോബൽ കമ്പോളങ്ങളുമായിട്ട് ഇന്ത്യയുടെ കമ്പോളത്തെ സംയോജിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നാക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക അതുണ്ടായിരുന്നു. അതാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരിക്കുക ഒരു തീമായിരുന്നു. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഈ ഓപ്ഷനും ഈ 4th ഓപ്ഷനും ഫസ്റ്റ് ഓപ്ഷനും എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണ്. അവർ വേറൊരു ടേം ഇട്ട് വിളിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതാണ് സ്വാശ്രയത്വം എന്ന് വിളിക്കുന്നത്. അത് രണ്ടും ഒരിക്കലും 1991 ന്യൂ എക്കണോമിക് പോളിസിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം
3 ശരിയായിട്ടുള്ള ഉത്തരം. പ്രസ്താവന 1 4 ശരിയല്ല. അപ്പോൾ ഈ 1991 നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി എക്കണോമിക്സുമായിട്ട് നമ്മുടെ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ അവർ എന്തൊക്കെയാണ് ചെയ്തത്, കുറേ കാര്യങ്ങളുണ്ട്. 1991 പഠിക്കാൻ നീതി ആയോഗവും നമ്മുടെ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു അതിവിശാലമായിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലും കറക്റ്റായിട്ട് അവർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, ഇറക്കുമതി ചുങ്കം എന്ത് ചെയ്തു, കയറ്റുമതി ചുങ്കത്തിൽ എന്ത് മാറ്റം വരുത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഇനി ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്നു. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണം 1946 വന്ന ക്യാബിനറ്റ് മിഷനാണ്. അപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഇതുമായിട്ട് ബന്ധമില്ല. ഭരണഘടന രൂപീകരിച്ചതിന് ശേഷമാണ് ശരിക്കും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്ടറിയാണ്, തെറ്റാണ്. ഇനി ഇതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 7 അംഗങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. 7 അംഗങ്ങൾ തന്നെയാണ്. അതുപോലെ സൈമൺ കമ്മീഷനിലുള്ള അംഗങ്ങളുടെ നമ്പർ ചോദിച്ചാലും 7 അംഗങ്ങൾ തന്നെയാണ്. അത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ച് തെറ്റുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഭരണഘടന രൂപീകരിച്ചില്ല, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ശരിക്കും നമുക്ക് ഭരണഘടനയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ 1947 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചെന്ന് പഠിക്കുക. ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? 1 3 ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. ഇനി ഇതിൽ 7 അംഗങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.